ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. അതൊരു 10-12 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള പച്ചടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനായി നമ്മൾ ഒരു വലിയ ബീട്രൂട്ട് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്താലും മതിയാകും. അരപ്പ് തയ്യാറാക്കാനായി ഒരു മിക്സിയുടെ ജാറിൽ 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്ത് അതിലോട്ട് 3 വലിയ മുളകും ഇഞ്ചിയുടെ ഒരു കഷ്ണവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഗ്രേറ്റ് ചെയ്തെടുത്ത ബീട്രൂട്ട് അതിലോട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് നന്നായി വേവിച്ചെടുക്കുക. വെള്ളം കൂടി പോകരുത്, കാരണം ബീട്രൂട്ട് വെന്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കുന്നതാണ്. വെള്ളം കുറവാണെന്ന് കണ്ടാൽ അതിലോട്ട് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് നന്നായി വേവിച്ചെടുക്കുക. അത് അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുക. നന്നായി വെന്ത് അതിലെ വെള്ളം വറ്റി വരുന്നത് വരെ അത് വേവിച്ചെടുക്കുക. അതിലോട്ട് കുറച്ച് ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി വെന്തതിനു ശേഷം നേരത്തെ തയ്യാറാക്കിയ അരപ്പ് അതിലോട്ട് ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് 1/2 ഗ്ലാസ് തൈര് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് അത് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാവുന്നതാണ്. ഇനി താളിക്കാനുള്ളത് നോക്കാം. ആദ്യമായിട്ട് ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ബെസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായി ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ കടുക് ഇട്ടെടുക്കുക. അത് നന്നായി പൊട്ടിയെന്ന് ഉറപ്പായതിനു ശേഷം മാത്രം കറിവേപ്പില ആഡ് ചെയ്യാം. ഈ താളിപ്പ് നമ്മുടെ ബീട്രൂട്ടിലോട്ട് ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മളുടെ ബീട്രൂട്ട് പച്ചടി റെഡിയായി. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്.